നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മാർച്ച് 22 വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളൊക്കെ പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ഏകോപിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കീം ഓൺലൈൻ പരീക്ഷ ജൂൺ 1 മുതൽ, CUET കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തി, നീറ്റ് UG കേരളത്തിൽ 1.44 ലക്ഷം വിദ്യാർത്ഥികൾ. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു, ഓൺലൈൻ കീം പരീക്ഷ ജൂൺ 1 മുതൽ. ഇതേ വാർത്ത തന്നെ പ്രമുഖ പത്രങ്ങളെല്ലാം അവരുടേതായ രീതിയിൽ പ്രത്യേക പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാധ്യമം പത്രം പരിശോധിക്കുന്നവർക്ക് ഇതേ വാർത്ത കാണുന്നത് ജാലകം പേജിൽ. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ജൂൺ 1 മുതൽ 9 വരെ എന്ന വലിയ തലക്കെട്ടോടുകൂടി ആ പരീക്ഷയുടെ പ്രാധാന്യമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി കേരള കൗമുദി വരിക്കാരാണെങ്കിൽ ഈ പത്രത്തിൽ ഇതേ വാർത്ത തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി 7ാമത്തെ പേജിൽ വിദ്യാഭ്യാസം തൊഴിൽ എന്ന ആ പ്രത്യേക പങ്ക്തി ഉൾപ്പെടുത്തിയിരിക്കുന്ന പേജിൽ വലിയ അക്ഷരത്തിൽ തന്നെ ഈ വാർത്ത കൊടുത്തിരിക്കുന്നു, എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് ജൂൺ 1 മുതൽ 9 വരെ. ഇതേ വാർത്ത തന്നെ ജനയുഗം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ജനയുഗം പത്രത്തിൻ്റെ 3ാമത്തെ പേജിൽ ഒരു പ്രത്യേക കോളത്തിൽ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, കീം പരീക്ഷ ജൂൺ 1 മുതൽ. അത് സമ്മറൈസ് ചെയ്ത് അതിൻ്റെ പ്രാധാന്യം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ ജനയുഗം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മലയാള മനോരമ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ ഒരു കോളത്തിൽ പ്രത്യേകമായിട്ട് 1ാമതായിട്ട് കൊടുത്തിരിക്കുന്ന വാർത്ത ഇതാണ്, കേരള എൻട്രൻസ് ജൂൺ 1 മുതൽ 9 വരെ. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷ കീം ജൂൺ 1 മുതൽ 9 വരെ നടക്കും. ഈ വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ്. ദുബായ്, മുംബൈ, ഡൽഹി എന്നീ കേന്ദ്രങ്ങളിലും ഇതേ രീതികളിൽ തന്നെയായിരിക്കും പരീക്ഷയെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. എൻട്രൻസിൻ്റെ പ്രോസ്പെക്ടസ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ സമയക്രമം ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇതിൻ്റെ കൂടെ വിജ്ഞാപനം ചെയ്യുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണർ അറിയിച്ചു. ജൂൺ 1 മുതൽ 9 വരെയാണ് പരീക്ഷ. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർച്ചയായി എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാകില്ല. 3 മണിക്കൂർ നീളുന്ന പരീക്ഷ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായിരിക്കും. 4-5 ദിവസം കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെയും പരീക്ഷ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റ് പത്രങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്തയാണ് ഇന്ന് മലയാള മനോരമയിൽ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നു, CUET കൂടുതൽ വിഷയങ്ങൾ ഉൾപ്പെടുത്തി. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള ദേശീയ പൊതുപരീക്ഷയിൽ CUET UG 2 പുതിയ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തി. ഫാഷൻ സ്റ്റഡീസ് കോഡ് 328, ടൂറിസം കോഡ് 329. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞവർക്ക് തിരുത്തലിന് അനുവദിക്കുന്ന സമയം പുതിയ കോഴ്സുകൾ ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോൾ കൂടുതൽ ഫീസ് അടയ്ക്കേണ്ടി വരാം. ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്ന സർവകലാശാലകളുടെയും ലഭ്യമായ കോഴ്സുകളുടെയും ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് നോക്കണം. ഹെൽപ്പ് ലൈൻ നമ്പർ 011-4075-9000. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. nta.ac.in എന്ന സൈറ്റ് പരിശോധിക്കാം. ഇനി മലയാള മനോരമ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. നീറ്റ് UG കേരളത്തിൽ 1.44 ലക്ഷം അപേക്ഷകർ. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UGക്ക് കേരളത്തിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1,44,949 പേർ. കഴിഞ്ഞ കൊല്ലം 1,33,450 പേരാണ് കേരളത്തിൽ നിന്ന് നീറ്റ് എഴുതിയത്. ഇക്കൊല്ലം പരീക്ഷാർത്ഥികളുടെ എണ്ണത്തിൽ 6ാമതാണ് കേരളം. ഇക്കുറി പരീക്ഷയ്ക്ക് ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 23,81,833 പേരാണ്. രജിസ്ട്രേഷൻ 25 ലക്ഷം കടന്നതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും
ഫീസ് അടച്ച നടപടികൾ പൂർത്തിയാക്കിയവരുടെ അന്തിമ വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ പരീക്ഷാ ഏജൻസി പങ്കുവച്ചിരിക്കുന്നത്. നീറ്റ് യുജിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രജിസ്ട്രേഷനാണ് ഇക്കുറി നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3 ലക്ഷത്തിലേറെ പേരാണ് ഇത്തവണ കൂടുതലായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.